Start. Okay, hello everyone. Welcome to Crash Learners English class. So, a warm good morning. എല്ലാവരും റെഡി അല്ലേ കഥ കേൾക്കാൻ അല്ലേ? അപ്പം ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു കേട്ടിരുന്നത്? ഏത് ക്ലാസ് ആയിരുന്നു കേട്ട്? യെസ്, +1 ഇംഗ്ലീഷിലെ ചാപ്റ്റർ 1 ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. അതിനകത്ത് നമ്മൾ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആക്കി, കുറച്ച് പാരഗ്രാഫ്സ്, ഓൾമോസ്റ്റ് 8 പാരാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗം വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരാം നോട്ട്സ്. ഓക്കെ, സോ അപ്പം നമ്മൾ സ്റ്റോറി എന്തായിരുന്നു, ഇതാരാണ് ഓത്തർ, ജസ്റ്റ് ഒന്ന് സമ്മറി നോക്കാം. നമുക്ക് ആദ്യം മുതൽ എന്തൊക്കെയാണ് സംഭവിച്ച സ്റ്റോറി, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് പോകാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ സ്റ്റോറി എന്തായിരുന്നു, ഇതാരാ എഴുതിയത്? ലിയാമോ ഹോഫ്ലഹാറ്റി അല്ലേ? ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സോ ഇതിനകത്ത് മെയിൻ പിക്ചർ ക്യാരക്ടർ എന്താ വരുന്നത്? കടൽ പക്ഷി, സീ ഗേൾ. സീ ഗേളിനെ എങ്ങനെയാണോ പറക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ബിക്കോസ് ഓഫ് ഹിസ് അഫ്രൈഡ്നെസ്, ഫിയർ, ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, എങ്ങനെയാണോ പറക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് വരുന്ന രസകരമായ സംഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? രസകരമായ സംഭവങ്ങൾ, അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് പറക്കാൻ പറ്റുന്നില്ല. അവൻ്റെ 2 ബ്രദറും സിസ്റ്ററും നേരത്തെ തന്നെ പറന്നു, അതായത് ഡേ ബിഫോർ തന്നെ അവർ പറന്ന് പോയി. അപ്പോൾ അവൻ്റെ പാരൻസ് ഒക്കെ അവനെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. കവേർഡ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രേവ് ഇല്ലാത്തൊരു വ്യക്തി എന്നൊക്കെ പറയുമായിരുന്നു അല്ലേ? അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ എന്തായി, അവന് വിശക്കുമായിരുന്നു. അവൻ്റെ പാരൻസ് പറഞ്ഞു, നിന്നെ ഞങ്ങൾ സ്റ്റാർവ് ചെയ്യാൻ പോവാ, നിന്നെ ഫുഡ് തരാൻ പോകുന്നില്ല, നീ പറക്കാതെ, നീ പറന്നിട്ട് വേണം നിന്റെ ഭക്ഷണം കണ്ടെത്താൻ, അല്ലെങ്കിൽ നിനക്ക് ഭക്ഷണം കിട്ടൂല എന്ന്. അപ്പോൾ അവൻ ആകെ സങ്കടത്തിലായി. എത്ര ശ്രമിച്ചിട്ടും അവന് പറക്കാൻ പറ്റാതായി. പിന്നെ അവൻ എന്ത് ചെയ്തു? അവന് അവൻ്റെ എല്ലായിടത്തും നോക്കി. ചെറിയൊരു മത്തിൻ്റെ വാലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതും കൂടെ കിട്ടിയില്ല അവന്. പിന്നെ അവൻ്റെ എന്തായി നോക്കി, അവന് മുട്ടേന്ന് വരുന്ന മുട്ടേൻ്റെ തോട്, ആ തോടും കൂടെ അവന് കടിച്ച് തിന്നു. അപ്പം അത് തിന്നപ്പോൾ അവന് തോന്നിയത് എന്താ? അവനെ തന്നെ അവൻ തിന്നുന്നുണ്ട് അല്ലേ? ഈ തോട്ട് ദാറ്റ് ഈ ഏറ്റ് ഹിംസെൽഫ്. സോ ദാറ്റ് വാസ് റിയലി എ സാഡ് മൂമെൻറ്റ്സ് അല്ലേ? ഇതൊക്കെ സാഡ് മൂമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അവൻ്റെ മദറും ഫാദറും അവൻ്റെ ബ്രദറും സിസ്റ്ററും അപ്പുറത്തെ ലെഡ്ജിൽ കുറച്ച് അകലെയുള്ള ലെഡ്ജിൽ ഇരുന്ന് ഇവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവന് കുറേ പ്രിറ്റൻഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, കണ്ണടച്ച് ഒറ്റക്കാലിലൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛനെ ശ്രദ്ധിക്കുന്നില്ല, അവൻ്റെ സിബ്ലിങ്സും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ അമ്മ മാത്രം അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ലാസ്റ്റ് ടൈം പറഞ്ഞ പാരയിൽ എന്ത് ചെയ്തു? അമ്മ ഒരു മീനിൻ്റെ കഷ്ണം കാലിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ റോക്കിലിട്ട് ഉറക്കി അവനെ വിശപ്പ് കൂട്ടാനും അവനെ ആ ഇതിലേക്ക് പറപ്പിക്കാനുള്ള ശ്രമിപ്പിക്കുക. അവന് പറക്കണം. അങ്ങനെയല്ലേ നമ്മളെ പാരൻസ്, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ലാഗ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ബൂസ്റ്റ് ആക്കും അല്ലേ? നമുക്കിങ്ങനെ എൻകറേജ് തന്ന് അവരെന്ത് ചെയ്യും? നമ്മളിങ്ങനെ അതിലേക്ക് എൻകറേജ്ഡ് ആയിരിക്കും അല്ലേ? സോ മോട്ടിവേഷൻ തരും. സോ നമ്മൾ പാരൻസ്, ടീച്ചേഴ്സ്, സിബ്ലിങ്സ് എല്ലാവരും നമുക്ക് ഇൻവോൾവ് ആവും നമ്മൾ ഓരോരോ കാര്യത്തിൽ. അതേപോലെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ അവൻ്റെ മദറാണ് അവനെ എൻകറേജ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം മുന്നോട്ട് വായിച്ചു പോവാം. ഓക്കെ. How he loved to tear food that way, scraping his beak now and again. To feed it, he uttered a low cackle. His mother cackled too and looked at him.
So, how he loved to tear food that way, scraping his beak now and again to wet it, he uttered a low cackle. His mother cackled too and looked at him. Wet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he was tempting, അതായത് ടെംപ്റ്റേഷൻസ് ഉണ്ടാവുക, നമുക്ക് ഫുഡിലേക്ക് ലവ് തോന്നിക്കുന്ന പോലെ അവന് വെറ്റുണ്ടായി. സോ ഹി വാസ് വെരി മച്ച് ടെംപ്റ്റഡ് വിത്ത് ദിസ് ഫുഡ്. അവന് ഓൾറെഡി വിഷന്നിരിക്കുക, 24 hours കഴിഞ്ഞ് അവന് ഒന്നുമില്ല വയറ്റിൽ, ഇങ്ങനെ കുടലിങ്ങനെ കറങ്ങിയിരിക്കുക. അപ്പം ഈ ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ അവനിങ്ങനെ വാശി അതെങ്ങനെ ഇങ്ങനെ എടുക്കണമെന്ന്. അപ്പം he also wanted to tear that food and scrap with his beak. അവൻ്റെ ആ ചുണ്ട് കൊണ്ട് അതൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് തിന്നണം. നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷികൾ എങ്ങനെയാണ് തിന്നുന്നത്? ചുണ്ട് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചാണ് തിന്നുന്നത്. അപ്പം അതെന്താ സംഭവിച്ചു നോക്കാം. ഗ ഗ ഗ ഗ he cried, begging to bring us over some food. അപ്പം ഈ കടൽ പക്ഷി ഗ ഗ ഗ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. begging her to bring him over some food. എന്തെങ്കിലും ഭക്ഷണം എനിക്ക് കൊണ്ടുതരുമോ എന്ന് അമ്മേൻ്റെ അടുത്ത് കരയാൻ തുടങ്ങി. അപ്പൊ hello she screamed back mockingly. അപ്പൊ തിരിച്ച് മോക്കിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് സാഡ് ക്രൈ. ഞാൻ കൊണ്ടുവരില്ല എന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശം. കൊണ്ടുവരില്ല, നീ ശ്രമിക്കുക. But he kept calling plaintively, and after a minute or so he uttered a joyful scream. But he kept calling plaintively. അവൻ കണ്ടിന്യൂസ് ആയിട്ട് സാഡ് എനിക്ക് ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിച്ച്? So he uttered a joyful scream. Joyful scream കേട്ടപ്പോൾ അവൻ എന്തായി? His mother had picked up a piece of fish and was flying across to him with it. So his mother had picked up a piece of fish and was flying across to him with it. So അവന് വളരെ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അവൻ്റെ അമ്മ ഭക്ഷണം, ഒരു നല്ലൊരു മീൻ കഷ്ണം എടുത്ത് ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് പറക്കുന്ന ഒരു ഒച്ച കേട്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അപ്പൊ എന്താ സംഭവിച്ചത്? He leaned out eagerly. അവൻ വളരെ ആകാംക്ഷയോടെ എന്ത് ചെയ്തു? He started tapping the feet. ടാപ്പിംഗ് ചെയ്യുന്നതാ എന്ന് പറഞ്ഞിട്ട് അവന് നടക്കാൻ തുടങ്ങി ആ ലെജിലെ പോലത്തെ with his feet, trying to get nearer. അമ്മേൻ്റെ അടുത്തേക്ക്, അമ്മ ഇങ്ങനെ പറന്ന് വരുമല്ലേ, അപ്പം അമ്മേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് ഓടിയെത്തും. അവന് പറക്കാൻ അവന് പേടിയില്ല, അപ്പം നടന്ന് ഓടിയെത്താൻ അവൻ ശ്രമിച്ചു. Near to her as she flew across. But എന്ത് സംഭവിച്ചു? അമ്മ അവൻ്റെ മേലൂടെ പറന്നു. But when she was just opposite to him, abreast of the ledge, she halted her legs, hanging limbs, her wings, motionless, the piece of fish in her beak almost within reach of his beak. ഇതെങ്ങനെ ഉണ്ടാവും? ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരു കുഞ്ഞു പക്ഷി ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ നടന്ന് വരിക. അവന് പറക്കാൻ ബുദ്ധിമുട്ട്. അതേ സമയത്ത് അവൻ്റെ അമ്മ മീൻ കഷ്ണം പിടിച്ചിങ്ങനെ മേലൂടെ പറക്കുക, അവൻ്റെ മേലൂടെ പറക്കുക. തൊട്ടില്ല തൊട്ടു നല്ല ഒരു രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പം ഈ മീനിൻ്റെ കഷ്ണം എത്ര പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലേക്ക് പോവാനുള്ള സമയത്ത് എന്താ സംഭവിച്ചു? പെട്ടെന്ന് അമ്മ മേലോട്ട് പറന്നു. ചെറുതായിട്ട് അവനെ ഭയങ്കരമായിട്ട് മാഡ്നസിലേക്ക്, ഫുഡും ഈ പറക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും ഇവിടെ. അപ്പം ഈ കാലിനെ ചെറുതായിട്ട് താഴോട്ട് ഇങ്ങനെ വെക്കുന്ന പോലെ, അത് തൊട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുന്ന രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ചുണ്ടിലേക്ക് എത്തിക്കുന്ന ഭാഗത്തെത്തിച്ചിട്ട് ഒറ്റ പറക്കലായിരുന്നു അമ്മ ചെയ്തത്. എന്ന് നല്ല കാര്യമല്ലേ? നമ്മൾ വീട്ടിൽ അങ്ങനെയല്ലേ? നമ്മൾ വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ, നമുക്കിത് കിട്ടില്ല, വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കിച്ചണിൽ നിങ്ങൾ നല്ല സ്മെല്ല് വരും, എന്നെ കൊതിപ്പിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കും അല്ലേ? വാശി വന്നിട്ട് നിങ്ങൾ എനിക്ക് ബാഡ്മിൻ്റൺ ബാറ്റോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റോ അല്ലെങ്കിൽ ഇന്ന സാധനം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന്. അപ്പം അമ്മമാരെന്ത് പറയും? ഓക്കെ, ഇതിനൊരു സൊല്യൂഷൻ
കണ്ടെത്താം. നീ ഇന്ന മാർക്ക് വാങ്ങിച്ചാൽ തരാം. കേട്ടോ, നമ്മൾ കുട്ടികൾ എന്താ ചെയ്യുക? ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ വേണം എന്നുള്ളൊരു വാശി പിടിക്കും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. അമ്മ ട്രാപ്പ് ചെയ്ത് എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കും? വിശന്ന് കറിയല്ലേ, അപ്പൊ നല്ല ഇങ്ങനെ സ്മെല്ല് വരുമ്പോൾ പെയ്യെ നിങ്ങൾ വരും. വിശന്ന് കഴിഞ്ഞു എനിക്ക് വയ്യ, അമ്മ ഇനി എപ്പോഴാന്ന് വെച്ചാൽ മേടിച്ച് തരാം, അച്ഛനോട് പറഞ്ഞിട്ട് ഇനി മേടിച്ച് തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പ് ഇട്ട് അമ്മ ഇന്നെന്താ ഉണ്ടാക്കിയെന്നൊക്കെ നോക്കും. എന്നിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകും. നീ ഇനി കഴിക്കണ്ട, നിനക്ക് ബാറ്റ് ഇട്ടിട്ട് നീ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും അല്ലേ? ഇതൊക്കെ സംഭവം ഉണ്ടല്ലേ? ആ രീതിയിൽ തന്നെയാകുന്നു ഇവിടെ. നിനക്ക് കഴിക്കണ്ട, ബട്ട് നീ പറഞ്ഞാലേ നിനക്ക് ഇവിടെ കിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്കൊരു ടാസ്ക് വെക്കുമല്ലേ വീട്ടിൽ, ഈ കൊല്ലത്തെ പരീക്ഷ നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി ശ്രമിക്കും അല്ലേ? യെസ്, അതേപോലെ തന്നെ ഇവിടെ സീഗലും ശ്രമിച്ചു. എന്തായിരുന്നു നോക്കാം. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger. I'm surprised. എന്താടാ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങ് പറന്നു പോയേ, എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാഞ്ഞ് എന്നൊക്കെ അവന് സർപ്രൈസ് ആണ്. എന്നാൽ അതിൻ്റെ പുറത്ത് അവന് വിശപ്പിൻ്റെ ആക്രാന്തവും ഭയങ്കര ആകാംക്ഷയായിരുന്നു. പെട്ടെന്ന് അത് വാങ്ങി കഴിക്കണം. ഈ ഡൈവ് അറ്റ് ദ ഫിഷ്, അവൻ ആ ഫിഷിനെ പിടിക്കാൻ വേണ്ടി ഒറ്റ ചാട്ടം ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം, വിത്ത് എ loud top of his voice he screamed. He fell outward and downward. അവന് പുറത്തേക്കും താഴേക്കും സ്പേസിലേക്ക് വീണു. He fell outward and downward into space. His mother had swooped upward. ആ സമയത്ത് അവൻ്റെ അമ്മ എന്ത് ചെയ്തു? താഴേക്ക് പോയോ മേലേക്ക് പോയോ? swooped upward. അമ്മ നേരെ മേലോട്ടേക്ക് പറന്നു. അപ്പൊ അവനെ ഒന്നുകൂടെ മേലേക്ക് പറക്കാനുള്ള ചാൻസ് കിട്ടിയല്ലേ? അമ്മേന്റെ ചുണ്ടിൽ ഈ മീനിരിക്കുക, അതെങ്ങനെയെങ്കിലും ഇവനെ പറിച്ചെടുക്കണ്ടേ? അപ്പം എന്ത് ചെയ്തു? His mother had swooped upward. As he passed beneath her, he heard the swish of her wings. As he passed beneath her, he heard the swish of her wings. Swish എന്ന് പറഞ്ഞാൽ നല്ലൊരു വിൻഡല്ല, കാറ്ററിൻ്റെ വിങ്സിലേക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു നോക്കാം നമുക്ക്. Then a monstrous terror seized him, and his heart stood still. Then a monstrous terror seized him, and his heart stood still. അവന് വളരെ പേടിയായി. മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഫ്രൈറ്റൻ ചെയ്യുന്ന ഒരു അനിമൽസ് അല്ലേ? അവൻ്റെ അതുപോലെ ഫ്രൈറ്റൻഡായി, ടെററായി, അവന് ഭയങ്കര അഫ്രൈഡ് ആയിട്ട് എന്തായി? ഈ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവൻ്റെ ഹാർട്ട് ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. അപ്പൊ എന്തായി? he could hear nothing. അവന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഹാർട്ടിന്റെ ബീറ്റ് അങ്ങ് ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. ഇറ്റ് വാസ് എ വെരി ഫ്രൈറ്റൻ സിറ്റുവേഷൻ. അത് ഇമാജിൻ ചെയ്ത് നോക്ക്. അവൻ്റെ ചാടി, അവൻ ഈ മീനിന് വേണ്ടി ഡൈവ് ചെയ്തു. ലെഡ്ജിന്ന് താഴോട്ട് ചാടി, ഔട്ട്വേർഡും ഡൗൺവേർഡും ചാടി, ഡൗൺവേർഡും സ്പേസിലേക്ക് ചാടി. താഴെ എന്തായിരുന്നു? വലിയൊരു കടലായിരുന്നു. ഇത് കണ്ടിട്ടല്ലേ അവൻ പേടിച്ചത്. അവന് പറക്കാൻ പറ്റില്ല, അവൻ വീഴും, അവൻ മരിച്ചു പോകും എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നില്ലേ അവന്. അപ്പം എന്തായി? ഈ ഫിഷിന് പിടിക്കാൻ വേണ്ടി അവന് ഔട്ട്വേർഡും ഡൗൺവേർഡ് സ്പേസിലേക്ക് ചാടി കഴിഞ്ഞപ്പോൾ എന്തായി? അവൻ്റെ അമ്മ മേലോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി? താഴെ നോക്കിയപ്പോൾ പെട്ടെന്നൊരു പേടിയല്ലേ? പെട്ടെന്ന് പേടിക്കും നമ്മളെല്ലാവരും. അതുപോലെ ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവനൊന്നും കേൾക്കുന്നില്ല. He could hear nothing. But it only lasted a moment. കുറച്ച് നേരം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് വേണ്ടി മാത്രമേ അവൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടു. പിന്നെ എന്താ സംഭവിച്ചു? The next moment he felt his wings spread outwards. The next moment he felt his wings were spreading outwards. like
huge wings. അവന് huge wings ഉണ്ട്. ആ wings അങ്ങനെ outwardലേക്ക് spread ആയി. The wind rushed against his breast feathers, then under his stomach and against his wing. The wind rushed against his breast feathers, then under his stomach and against his wings. So wind എന്തായി? അവന്റെ wings ഇങ്ങനെ നേരെ ഔട്ട്വേർഡിലേക്ക് സ്പ്രെഡ് ആയപ്പോൾ അവന് നല്ലൊരു വിൻഡ് ഫീൽ ചെയ്തു. ആ നല്ലൊരു വിൻഡ് എങ്ങനെ ഫീൽ ചെയ്ത് അവിടെ ഇടയ്ക്കൊക്കെയാ അവൻ്റെ ബ്രസ്റ്റ് ഫെദേഴ്സിലേക്കും പിന്നെ അവൻ്റെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തേക്കും ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ് അവൻ്റെ ചിറകിലേക്കും. He could feel the tips of his wings cutting through the hair. അവൻ്റെ ഓരോരോ വിങ്സിലും അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഹെയർ എങ്ങനെ അവൻ്റെ വിങ്സിനകത്തൂടെ പോകുന്നത്. He was not falling headlong now. So he was not falling headlong now. അവന് താഴ്ത്തു വീഴാനുള്ള ഇതില്ലല്ലോ. He was not falling headlong now. He was soaring gradually, flying high gradually. ചെറുതായിട്ട് മേലോട്ട് ഈ കാറ്റിനനുസരിച്ച് അവൻ ഇങ്ങനെ പറക്കുമായിരുന്നു. Downwards and outwards. He was soaring gradually, downwards and outwards. He was no longer afraid. അവൻ പിന്നെ പേടിച്ചിട്ടേ ഇല്ല. He was no longer afraid. He just felt a bit dizzy. A bit dizzy എന്ന് പറഞ്ഞാൽ എന്താ? Dizzy അല്ലെങ്കിൽ dizziness. Dizzy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു തലകറക്കം. നമുക്ക് ഹൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു തലകറക്കം നമുക്കെന്താ പറയാം, അമ്മ എനിക്കൊരു വല്ലായ്മ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ പറയൂല, വീട്ടിൽ പറയൂല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയില്ല, എനിക്ക് വല്ലായ്മ ഉണ്ട്, എനിക്കൊരു വല്ലാത്ത തോന്നലുണ്ട്, എനിക്ക് തലകറങ്ങുന്ന പോലെ ഉണ്ട്. അതാണ് ഡിസി അല്ലെങ്കിൽ ഡിസിനെസ്. സോ ഈ ചെസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഇവനിവിടെ ഡിസി ആയിട്ട് എന്തിനാ തോന്നിയത്? Because he has not eaten anything and he was totally an hunger. He was totally an hunger. ആ ഒരു ഇതിന് വേണ്ടിയാണ് he just felt a bit dizzy. Then he flapped his wings once and he soared upward. Then he flapped his wings once and he soared upward. എന്നാലും അവൻ എന്ത് ചെയ്തു? അവന് വീണ്ടും അവൻ്റെ ചിറകിട്ട് നന്നായിട്ട് അടിച്ച് ഒന്നുകൂടെ അവന് മേലേക്ക് പറന്നു. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind by singing a song. Ga 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 ga. അവന് വലിയൊരു ജോയ് ആയിരുന്നു അല്ലേ? And he uttered a joyous scream and flapped them again. He soared higher. അവന് ഭയങ്കര ജോയസ് ഒരു സ്ക്രീമും നല്ലൊരു വോയിസും കൊടുത്ത് അവൻ ഫ്ലാപ്പ് ചെയ്തു, ചിറകിട്ടടിച്ച് മേലേക്ക് പറന്ന് അവൻ എന്ത് ചെയ്തു? He raised his breast, മുന്നിലേക്ക് തള്ളി, and banged against the wind. ചിറക് വിൻഡിന്റെ അഗെയിൻസ്റ്റിലേക്ക് ബാങ് ചെയ്തിട്ട് അവൻ എന്ത് പാടി? ഗ ഗ ഗ ഗ ഗ ഗ ഗ്ലാ. His mother swooped past him, her wings making a loud noise. At the same time ഇവിടെ എന്ത് സംഭവിച്ചു? അവൻ്റെ അമ്മ അവൻ്റെ കൂടെ പറന്നു. Swooped past him, her wings making a loud noise. He answered her with another scream. അപ്പോൾ അവന് അവൻ്റെ അമ്മേനോട് പറഞ്ഞു, ഇനിയൊരു സ്ക്രീം, I am so happy that I am flying. അല്ലേ? പിന്നെ എന്താ സംഭവിച്ചു? Then his father flew over and screaming. അവൻ്റെ അച്ഛനും അവൻ്റെ കൂടെ പറന്നു. അപ്പോൾ അച്ഛനമ്മമാർക്ക് എന്തൊരു സന്തോഷമല്ലേ നമ്മളിങ്ങനെ ഉയരത്തോടെ ചെല്ലുമ്പം അല്ലേ? അപ്പോൾ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? Then his father flew over and screaming. Then he saw his two brothers and sister flying around and soaring and diving. So അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എന്ത് ചെയ്തു? അവൻ്റെ ടു ബ്രദറും സിസ്റ്ററും അവൻ്റെ കൂടെ പറന്നു, with soaring and diving. Then he completely forgot that he had not always been able to fly. അവൻ മറന്നുപോയി അവന് പറക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാ, നല്ലൊരു സ്വപ്നം തന്നെ അവന് മറന്നു. So he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. And commenced to dive and soar, shrieking shrilly. So shrieking നല്ലതായിട്ട് അവന് ഡൈവ് ചെയ്യാൻ തുടങ്ങി. അവന്
ഒച്ചയ്ക്ക് പാടാൻ തുടങ്ങി. And what happened? He was near the sea now. അവന് സീൻ്റെ അടുത്തേക്ക് എത്തി, താഴുക, സീൻ്റെ അടുത്തേക്ക് എത്തി. Flying straight over it, facing out over the ocean. So flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with a little ridge moving over it. He turned his beak sideways and croaked amusedly. His parents and his brothers and sister had landed on this green floor in front of him. അവന് പറന്ന് എന്തായി, അവൻ സീൻ്റെ അടുത്തേക്ക് താന്നു. And it was facing out over the ocean. He was near the sea now, flying straight over it. അവൻ fly ചെയ്യുന്ന straight over it, which was facing out over the ocean, which was facing out over the ocean. And he saw a vast green sea beneath. നോക്കിയപ്പോൾ വലിയൊരു green sea അടിയിൽ കണ്ടു. With a little ridge moving overhead, he turned his beak sideways and croaked amusedly. ഭയങ്കര അമ്യൂസ്മെന്റ് ആണ്. അവന്റെ ബീക്ക് സൈഡിലേക്ക് നോക്കി അവന് വീണ്ടും അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒച്ചുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. His parents and his brothers and sister had landed on this green floor in front of him. അവന്റെ പാരൻസും അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും അവന്റെ കൂടെ ഈ ഗ്രീൻ ഫ്ലോറിലേക്ക് ലാൻഡ് ചെയ്തു. They were beckoning to him, calling shrilly. He dropped his leg to stand on the green sea. They were beckoning him to call shrilly. He dropped his leg to stand on the green sea. Beckoning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം ആകുമ്പം അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പ്രേസ് ചെയ്യുമ്പം അവർക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കൂലേ, അതേപോലെ ഇവൻ്റെ സിസ്റ്ററും ഇവൻ്റെ ബ്രദറും എന്ത് ചെയ്തു? They were beckoning to him, praising him and calling shrilly. നല്ലൊരു സന്തോഷത്തോടെ സൗണ്ടിൽ ഇവനെ പുകഴ്ത്തുമായിരുന്നു. Praising. He dropped his leg to stand on the green sea. His leg sank into it. He screamed with a fright and attempted to rise again, flapping his wings. But he was tired and weak with hunger and could not raise. So he dropped his leg to stand on the green sea. അവന് ഗ്രീൻ സീയിലേക്ക് തൊടാൻ വേണ്ടി ശ്രമിച്ചു. His legs sunk into it. അവൻ്റെ ലെഗ്സ് താഴോട്ട് കുത്തിപ്പോയി. And he screamed with a fright. അവന് ഒച്ചയ്ക്ക് പേടിച്ച് നിലവിളിച്ചു. And attempted to raise again. വീണ്ടും അവൻ എണീക്കാൻ ശ്രമിച്ചു. But flapping his wings, but he could not do that. അവന് അത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? He was tired and weak with hunger. And he could not raise, exhausted by the strange exercise. വളരെ വലിയ എക്സസൈസ് അല്ലായിരുന്നു. അവനെ സംബന്ധിച്ചോളം ഇത് വളരെ വലിയ എക്സസൈസാണ്. പറക്കുന്ന ആദ്യമായിട്ട് അവൻ പറക്കുക. ജനിച്ച് കുറേ കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് പറക്കുക. അവൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അവൻ ആദ്യമായിട്ട് പറക്കുക. അപ്പോൾ അവന് ഭയങ്കര വലിയ എക്സസൈസാണ്. So he got exhausted. His feet sank into the green sea and then his belly touched it. Belly എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഭാഗം. Touched the sea. And he sank no further. He was floating on it. അവൻ ഇങ്ങനെ ഫ്ലോട്ട് ആവുമായിരുന്നു, ഇങ്ങനെ ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. And around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He made his first flight. So he was floating and ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. And what happened? Around him his family was screaming and praising. വളരെ സന്തോഷത്തോടെ അവന് പുകഴ്ത്തുമായിരുന്നു, എൻകറേജ് ചെയ്യുന്നു. സോ wow, what a beautiful, നീ നന്നായിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു, നീ ഡൗൺവേർഡ് പറഞ്ഞു, ഔട്ട്വേർഡ് പറഞ്ഞു, ഇതൊക്കെ അവരിങ്ങനെ പുകഴ്ത്തുക അവനെ. And then beaks were offering him scrap food dogfish. പിന്നെ ഇവരൊക്കെ കുറേ മീനൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു ഇവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ, ഇവന് പറയുന്നതിന് ഇവന് പ്രൈസ് കൊടുക്കാൻ. സോ ഇതൊക്കെ ഇവന് കൊടുക്കുമായിരുന്നു. ഇവന് ഇതെല്ലാം നിന്ന് ആസ്വദിച്ച് ഇവന് എൻജോയ് ചെയ്യുമായിരുന്നു. Hence he made his first flight. So here ends the first chapter, that is his first flight. So നമുക്കിതിനകത്ത് മനസ്സിലായ summary എന്താ? So we have to be confident,
self-reliable, and self-reliance. We should never put ourselves down in any kind of situation. എപ്പോഴും നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഒരിക്കലും നമുക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റ് വരില്ല. സോ നെഗറ്റീവ് മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കതിലേക്ക് മുന്നോട്ട് കാല് വയ്ക്കാൻ പറ്റില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരണം. അപ്പോഴേ നമുക്ക് മുന്നോട്ട് കാല് വയ്ക്കണം. ശ്രമിച്ചുകൊണ്ടിരിക്കണം, ട്രൈ ചെയ്യണം. അത് ട്രൈ ചെയ്ത് മാക്സിമം ടു ദ എക്സ്റ്റെൻറ്റ് ട്രൈ ചെയ്താലേ നമുക്കവിടെ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. സോ your hands the first chapter and I'll come back with another story, okay, in the next section. I hope all are good and doing good. Have a great day. Bye. Take care. So here ends the first chapter. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിക്കുക, ഈ ചാപ്റ്റർ വായിക്കുക. ഇതിൻ്റെ മീനിങ്സ് ഒക്കെ ഞാൻ അയച്ചു തരാം. സോ കീപ് വാച്ചിങ് ദ ലൈവ് ക്ലാസ് ഓഫ് ദിസ് ഇംഗ്ലീഷ് ആൻഡ് യു വിൽ ഓൾസോ ഇംപ്രൂവ് യുവർ സ്കിൽസ്. ആൻഡ് ഒരിക്കലും നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എൻജോയ് ഓൾ യുവർ ക്ലാസ്സസ്. ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Bye.